ഫെബ്രുവരി 10 വിശുദ്ധ സ്കോളാസ്റ്റിക്ക. പശ്ചിമ യൂറോപ്പിലെ സന്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ഇരട്ട സഹോദരിയായിരുന്ന കന്യാസ്ത്രീയായ വിശുദ്ധ സ്കോളാസ്റ്റിക്ക കത്തോലിക്ക സഭ ഫെബ്രുവരി 10 അനുസ്മരിക്കുന്നു. ഇറ്റലിയിൽ നെർസിയയിലുള്ള ഒരു റോമൻ കുലീന കുടുംബത്തിൽ 480-ലാണ് ഈ സഹോദരങ്ങൾ ജനിച്ചത്. ബെനഡിക്റ്റിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ ഗ്രിഗറി ദി ഗ്രേറ്റ് മാർപ്പാപ്പ തൻ്റെ സഹോദരിയെ ശൈശവം മുതൽ നമ്മുടെ കർത്താവിനെ സമർപ്പിച്ചിരുന്നു എന്ന് പരാമർശിക്കുന്നതിനാൽ സ്കോളാസ്റ്റിക്ക തൻ്റെ ചെറുപ്പം മുതൽ തന്നെ ദൈവത്തിന് സ്വയം സമർപ്പിച്ചിരുന്നതായി തോന്നുന്നു. ഇരട്ടകളുടെ അമ്മ അവരുടെ ജനന സമയത്ത് മരിച്ചു. പ്രായപൂർത്തിയായപ്പോൾ ബെനഡിക്റ്റ് പഠിക്കാൻ റോമിലേക്ക് പോയി. നെർസിയൻ എസ്റ്റേറ്റ് പരിപാലിക്കാൻ സ്കോളാസ്റ്റിക്കയെ പിതാവിനൊപ്പം വിട്ടുപോയി. കാലക്രമേണ ബെനഡിക്റ്റ് പഠനം ഉപേക്ഷിച്ച് ആദ്യം ഒരു സന്യാസിയായും പിന്നീട് ഇറ്റലിയിലെ ഒരു സന്യാസ സമൂഹത്തിൻ്റെ തലവനുമായി. തൻ്റെ സഹോദരൻ്റെ കർത്താവിനോടുള്ള സമർപ്പണത്തെക്കുറിച്ച് സ്കോളാസ്റ്റിക്ക അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടരുവാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവൾ ഉടനെ തന്നെ ഒരു കന്യാസ്ത്രീയായി മാറിയെന്ന് ഉറപ്പില്ല. പക്ഷേ ഭക്തരായ കന്യകമാരുടെ ഒരു സമൂഹത്തിൽ അവൾ കുറച്ചുകാലം താമസിച്ചിരുന്നുവെന്ന് പൊതുവെ പറയപ്പെടുന്നു. ഒടുവിൽ അവൾ അവിടെ കന്യാസ്ത്രീകളുടെ ഒരു ആശ്രമം സ്ഥാപിച്ചു. സഹോദര സമൂഹങ്ങൾ തമ്മിൽ ഏകദേശം 5 മൈൽ അകലമുണ്ടായിരുന്നു. വിശുദ്ധ ബെനഡിക്റ്റ് തൻ്റെ സഹോദരിയെയും കന്യാസ്ത്രീകളെയും നിർദ്ദേശിച്ചതായി തോന്നുന്നു. മിക്കവാറും സ്വന്തം സന്യാസിമാർ പിന്തുടരുന്ന അതേ നിയമം പിന്തുടരുവാനായി. തൻ്റെ സഹോദരനെ പോലെ വിശുദ്ധ സ്കോളാസ്റ്റിക്ക ഒരിക്കലും ഒരു ഔപചാരിക ജീവചരിത്രത്തിന് വിഷയമായിട്ടില്ല. അതിനാൽ സഹോദരൻ്റേതിന് സമാനമായ മതപരമായ ജീവിതത്തോടുള്ള പ്രതിബദ്ധത ഒഴികെ അവരുടെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറിച്ച് അറിയൂ. 2 സമുദായങ്ങൾക്കിടയിലുള്ള ഒരു വീട്ടിൽ ബെനഡിക്റ്റിനെ സന്ദർശിക്കാൻ സ്കോളാസ്റ്റിക്ക വർഷത്തിലൊരിക്കൽ വരാറുണ്ടായിരുന്നുവെന്ന് പോപ്പ് ഗ്രിഗറി എഴുതി. സഹോദരങ്ങൾ തമ്മിലുള്ള അവസാനത്തെ സന്ദർശനത്തെക്കുറിച്ച് പതിവായി പറയപ്പെടുന്ന ഒരു കഥ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവചരിത്രകാരൻ വിവരിക്കുന്നു. പതിവ് പോലെ പ്രാർത്ഥനയിലും ഭക്തിനിർഭരമായ സംഭാഷണത്തിലും അവർ സമയം ചെലവഴിച്ചു. അതിനുശേഷം സ്കോളാസ്റ്റിക്ക തൻ്റെ സഹോദരനോട് രാത്രി തങ്ങാൻ അപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹം വിസമ്മതിച്ചു. അവൾ കൈകൾ കൂട്ടിപ്പിടിച്ച് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ തല കുനിച്ചു നിന്നു. അവൾ തല ഉയർത്തിയപ്പോൾ ബെനഡിക്റ്റിനോ സഹസന്യാസിമാർക്കോ പോകാൻ കഴിയാത്ത വിധം ഒരു കൊടുങ്കാറ്റ് ഉടനെ ഉയർന്നു. ഇടിമിന്നലും സമൃദ്ധമായ മഴയും കാരണം തനിക്ക് തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ ദേവപുരുഷൻ ദുഃഖിതനായി. ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ, നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ സഹോദരിയോട് പരാതിപ്പെടാൻ തുടങ്ങി എന്ന് പോപ്പ് ഗ്രിഗറി എഴുതി. നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ നീ അത് കേൾക്കില്ലായിരുന്നു. അവൾ മറുപടി പറഞ്ഞു, നമ്മുടെ നല്ല കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. അവൻ എൻ്റെ അപേക്ഷ കൃപയോടെ അനുവദിച്ചു. അതിനാൽ നിനക്ക് ഇനിയും പോകാൻ കഴിയുമെങ്കിൽ ദൈവനാമത്തിൽ നിന്റെ ആശ്രമത്തിലേക്ക് മടങ്ങുക. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിടുക. വിശുദ്ധ ബെനഡിക്റ്റിന് മറ്റൊരു വഴിയില്ലായിരുന്നു. രാത്രി മുഴുവൻ തൻ്റെ സഹോദരിയോട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവൾ ഉടനെ പോകാനിരിക്കുന്ന സ്വർഗരാജ്യം ഉൾപ്പെടെ. 3 ദിവസങ്ങൾക്ക് ശേഷം 543 ഒരു ദർശനത്തിൽ തൻ്റെ സഹോദരിയുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിലേക്ക് കയറുന്നത് ബെനഡിക്റ്റ് കണ്ടു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്തുതികളും ആലപിച്ചുകൊണ്ട് സന്തോഷിച്ചു. അദ്ദേഹത്തിൻ്റെ സന്യാസിമാർ അവളുടെ മൃതദേഹം തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം തനിക്കായി ഒരുക്കിയ ശവക്കുഴിയിൽ അടക്കം ചെയ്തു. താമസിയാതെ വിശുദ്ധ ബെനഡിക്റ്റ് അവളെ അനുഗമിച്ചു. സഹോദരിയോടൊപ്പം അതേ ശവക്കുഴിയിൽ അടക്കം ചെയ്തു.